ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കൂടുതൽ അവശനാണ്. കടുവയുടെ കാലിലെ പരിക്ക് കൂടുതൽ ഗുരുതരമായി. കടുവ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. ഈ മാസം 3-ാം തീയതിയാണ് വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ കടുവയെത്തുന്നത്. പിന്നീട് കടുവ കാട് കയറിയിട്ടില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ജനം ഭീതിയിലായി. സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ പേടിച്ചാ പോകുന്നത്, വണ്ടിയില്ല വിടുന്നത്. അത്രയും സാമ്പത്തികം കുറവാ. ഇവിടെയാണെങ്കിൽ എസ്റ്റേറ്റ് ശമ്പളം കൊടുത്തിട്ട് 3-4 മാസമായി. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയ ഒരു ഇത് ഉണ്ടാക്കി തരണമെന്ന് സർക്കാരിനടുത്ത് പറയുക. വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്. കടുവയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം സഞ്ചരിച്ച് വേട്ടയാടാൻ കഴിയുന്നില്ല. കടുവയുള്ള ഗ്രാമ്പി വെടിക്കുഴിക്ക് സമീപം വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ഇതുവരെ കടുവ കെണിയിൽ വീണിട്ടില്ല. നിലവിലുള്ള സാഹചര്യം വെച്ചത് ഇപ്പോൾ നമ്മൾ കൂട് വെച്ചിൽ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ ദൂരത്തിൽ തന്നെയാണ്. അപ്പോൾ നോർമലി 1-2 ദിവസത്തിനുള്ളിൽ കൂട്ടി കയറേണ്ടതാണ്. എന്നാൽ പോലും നമ്മുടെ സർവൈലൻസ് ഉണ്ടാവും. കടുവ കൂട്ടിൽ വീണില്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതിനെക്കുറിച്ച് വനംവകുപ്പ് ആലോചിക്കും. കടുവയുടെ ആരോഗ്യനില മോശമായതിനാൽ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും മയക്കുവെടി വെക്കുക. 15-അംഗ സംഘം കടുവയെ മുഴുവൻ സമയവും നിരീക്ഷിക്കുന്നുണ്ട്. വീണു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.